ഇവനിപ്പോ ഈ റെസ്റ്റോറന്റ് പൂട്ടിപ്പോയാലും ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ, കാരണം അറിയാതെ എങ്ങനെ തുടങ്ങിയിട്ടുള്ളത് അറിയില്ല. ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ റെസ്റ്റോറന്റ് തുടങ്ങുന്ന പറഞ്ഞ ആൾക്കാർക്ക് കാശ് കിട്ടിട്ടാ തുടങ്ങിയിട്ടുള്ളത്. അത് പൂട്ടിപ്പോയാലും ഒന്നും ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ് വിട്ടത്. പ്രതീക്ഷേനെക്കാളും ഭീകര സക്സസ് ആണ് ഈ റെസ്റ്റോറന്റ്. ഭയങ്കര സക്സസ് ആണ്. എന്റെ ഈ നേട്ടത്തിൽ ഓരോ മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. സാധാരണ ഈ ഓലപ്പുര വെച്ച് നടത്തുന്ന ഹോട്ടലുകൾ ചെയ്യുന്ന എത്രയോ ആളുകളെ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ എത്ര ഹോട്ടലുകൾ നിർത്തിച്ചിട്ടുണ്ടെന്ന് അറിയോ? അവരെല്ലാം ഞാൻ ശരിക്കുള്ള കള്ളനാവെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. വളരെ മോശം ഒരു വ്യക്തിയാണ് ഇയാൾ. അപ്പൊ തട്ടിപ്പാണല്ലേ? മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. എന്താണ് അതൊന്നും പറയുന്നത്? അത് ഈ റെസ്റ്റോറന്റ് തുടങ്ങിയത് ഫുള്ള് ആൾക്കാരെ കയ്യിൽ നിന്ന് കാശാ പിരിച്ചിട്ടില്ല. അതിനൊന്നും നിയമമില്ലെന്നാ ചോദിക്കുന്നത് ഞാൻ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു അസാധാരണ ഫ്രോഡ്. അതിന്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പുറത്തുവിടാനും ഈ ചാരിറ്റിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് ഒരുപാട്. അത് അവര് അതിന്റെ റെക്കോർഡ് അക്കൗണ്ട്സ് ഒക്കെ പുറത്ത് പറയണമെന്നുണ്ട്. എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. ഇത് പൂട്ടിപ്പോയാൽ അവന് പ്രശ്നമില്ല, ഒന്നും സംഭവിക്കില്ലല്ലോ. അവന്റെ കാശല്ല, സ്വന്തം എന്നുള്ള രീതിയിലുള്ള മൊത്തം പറയാം. പക്ഷെ അവന്റെ കാശ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇതില്. ഒരുത്തൻ തകർന്ന് തരിപ്പണമായപ്പോ സന്തോഷിക്കുകയാണല്ലേ. നീ എവിടെ തകർന്നു? നീ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ചില്ലിക്കാശ് ഈ കേസ് പോയോ? ഇല്ലല്ലോ. നമ്മുടെ ഒരു ഷോപ്പാണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവും. ഒരു ദിവസത്തെ കച്ചവടം കുറഞ്ഞാൽ അടക്കം വേദന. ഇവൻ അത് കാണുന്നില്ല. കാരണം എന്താ, ഇവന്റെ കാശില്ല. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ടാറ്റാസ് എല്ലാം ഞാൻ നോക്കട്ടെ കേട്ടോ. ഭയങ്കര ഉടായ്പാണ്. ഒരു 5ന്റെ കാശ് അവന്റെ കയ്യിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടാവുന്നതിൽ. പാവം ദൈവത്തിന്റെ ഓരോരോ കളികളെ മുറിവേറ്റ് പറഞ്ഞോറെ കണ്ണീരിന്റെ ശാപമാണെന്നറി പാഴ്മൊഴികൾ കൊണ്ട് എത്ര പരിച തീർത്താലും അത് നിന്നെ കൊണ്ട് മുടിപ്പിച്ചിട്ടേ പോകും. ആ പണം കൊണ്ട് നീ എന്ത് വാങ്ങി കഴിച്ചാലും നിന്റെ ആർത്തി തീരില്ല. വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറില്ല. വിഷം മാത്രമേ നിനക്ക് അതുകൊണ്ട് വാങ്ങാൻ കഴിയൂ. പാവങ്ങളെ ദ്രോഹിച്ചന് നിനക്ക് കിട്ടിയ കൂലിയത്. നിന്നോടല്ലടാ പോകാൻ പറഞ്ഞത്. ഞാൻ പോയിക്കോളാം. നിങ്ങൾക്ക് ഈ അലവലാതിന് അയലത്തെ സുന്ദരന് മതിയല്ലോ. നോക്കിക്കോ, ഈ ഫോണിൽ ഞാൻ